രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ സുപ്രധാനമായ ഒരു ഭരണഘടനാ പ്രശ്നം ഉടലെടുത്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊബൈൽ ഫോൺ പോലീസിൻ്റെ കയ്യിലാണ്. അതിൻ്റെ പാസ്വേഡ് കൊടുത്തെങ്കിൽ മാത്രമേ അത് തുറക്കാൻ ഒക്കുള്ളൂ. അത് തുറന്ന് വേണം അതിനകത്ത് എവിഡൻസ് പോലീസിന് എടുക്കാൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പം അദ്ദേഹം ആ പാസ്വേഡ് കൊടുത്തില്ല. പോലീസ് ഇപ്പം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തിരുവല്ലയിൽ ആ പാസ്വേഡ് തരാത്തതുകൊണ്ട് ആ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ കണ്ടൻസ് എടുക്കാൻ സാധിക്കുന്നില്ല. അത് പാസ്വേഡ് കൊടുക്കണമെന്ന് ഒരു ഉത്തരവ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തിരുവല്ല കഴിഞ്ഞ ദിവസം ഇറക്കി. ആ ഓർഡറുമായി രാഹുൽ മാങ്കൂട്ടം കേരള ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി ജസ്റ്റിസ് ജയചന്ദ്രൻ്റെ ബെഞ്ചിലാണ് അത് വന്നത്. അദ്ദേഹം 3 ആഴ്ചത്തേക്ക് അത് ആ ഓർഡർ സ്റ്റേ ചെയ്തു. ഇവിടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 പ്രകാരം ഒരു പ്രതി അയാൾക്കെതിരായി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തെളിവ് കൊടുക്കാൻ പാടില്ല. അത് അവരുടെ റൈറ്റാണ്. പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ടി അയാൾ തന്നെ തെളിവ് കൊടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തെറ്റാണ്, കൊടുക്കാൻ പാടില്ല, അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ പ്രശ്നം തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഭരണഘടന 20(3) അനുസരിച്ച് ഈ പാസ്വേഡ് കൊടുത്താൽ ഇയാൾക്കെതിരായിട്ടുള്ള തെളിവ് കൊടുക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് അത് കൊടുക്കുന്നില്ല ഹൈക്കോടതി. അതുകൊണ്ടായിരിക്കണം അത് സ്റ്റേ ചെയ്തിരിക്കുന്നത്. എന്നാൽ കമ്പൽസറി ആയിട്ട് ചില മെറ്റീരിയൽ ഓബ്ജക്റ്റുകളെ 20(3) അനുസരിച്ച് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഇത് 22 അനുസരിച്ച് അദ്ദേഹം കൊടുക്കാൻ ബാധ്യസ്ഥനല്ല. 23 പറയുന്നത് മെറ്റീരിയൽ ഓബ്ജക്റ്റായ കേസിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് ഒരാളുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ അത് പോലീസിന് എടുക്കാം, അയാളുടെ ഫിംഗർ പ്രിൻ്റ് എടുക്കണമെങ്കിൽ പോലീസിന് എടുക്കാം, അതുപോലെ അയാളുടെ ബ്ലഡ് സ്പെസിമെൻ എടുക്കണമെങ്കിൽ അതിനെടുക്കാം. അതിന് കമ്പൽസറി പ്രൊഡക്ഷൻ 23 അനുസരിച്ച് അങ്ങനെയുള്ള കാര്യം ചെയ്യുന്നതിന് തടസ്സമില്ല. പക്ഷേ ഒരു പ്രതിക്കെതിരായി അയാൾ പറഞ്ഞ കുറ്റങ്ങൾ ഈ മൊബൈലിനകത്തുണ്ട്, അത് എവിഡൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? പ്രതി തന്നെ പ്രതിക്കെതിരായിട്ട് എവിഡൻസ് കൊടുക്കുന്നതിന് തുല്യമാകും. ഇതാണ് ഭരണഘടനാപരമായ പ്രശ്നം. അതുകൊണ്ട് ഇതിനെ സംബന്ധിക്കുന്ന വിശദമായ വാദഗതികളുണ്ടാവും. ഹൈക്കോടതി അത് 3 ആഴ്ചത്തേന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞു. രാഹുൽ അത് കൊടുക്കാൻ തയ്യാറല്ല. ഇത് വളരെയധികം ഭരണഘടനാപരമായ കാര്യങ്ങൾ ഇതിനകത്ത് വന്നു ചേരും. സുപ്രീം കോടതി ഇതേപ്പറ്റിയൊക്കെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 23 അനുസരിച്ചുള്ള കാര്യങ്ങൾ ഹൈക്കോടതി 3 ആഴ്ച കഴിയുമ്പോൾ പരിശോധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം അതിൻ്റെ ആ ഫോണിൻ്റെ പാസ്വേഡ് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല. അതിനകത്താണ് ആ ഒഫൻസ് ഉണ്ടെന്ന് പറയുന്ന കണ്ടൻസ് ഉള്ളത്. പോലീസിന് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബേഴ്സ് ആരാണ് ആ സോഷ്യൽ മീഡിയയുടെ ഏത് രീതിയിലുള്ള ഫോണാണ് കൂടെയാണ് അയാൾ ഉപയോഗിച്ചത്, ആ ഫോൺ അതോറിറ്റിയുടെ അവിടെ നിന്ന് വേണമെങ്കിൽ സംഘടിപ്പിക്കാം. പ്രതി തന്നെ പ്രതിയുടെ ഫോണിൽ നിന്ന് ഈ തെളിവ് കൊടുക്കാൻ, പ്രതിക്കെതിരായ തെളിവ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല എന്നാണ് ഭരണഘടന പറയുന്നത്. കാരണം ഇത് ഡിജിറ്റൽ എവിഡൻസ് അനുസരിച്ച് നമുക്കറിയാം, എവിഡൻസ് ആക്റ്റിൽ, തെളിവ് നിയമത്തിലെ ഡിജിറ്റൽ എവിഡൻസും അത് എവിഡൻഷറി വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് അമെൻഡ്മെൻ്റൊക്കെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിലും നടത്തിയിട്ടുണ്ട്. അതനുസരിച്ച് എവിഡൻസ് സ്വീകരിക്കും കോടതി, പക്ഷേ ആ എവിഡൻസ് പ്രതി തന്നെ കൊടുക്കണോ ഇല്ലയോ എന്നുള്ളതാണ്. എന്തായാലും വളരെയധികം വാദഗതികൾ ഇതിനകത്തുണ്ടാവും. തീർച്ചയായിട്ടും അത് അവിടെ കൊണ്ട് നിൽക്കില്ല. അത് സിംഗിൾ ബെഞ്ചിൽ ആണിപ്പോൾ ഇത് വന്നിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് അത് സുപ്രീം കോടതിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ സംബന്ധിക്കുന്ന ധാരാളം കേസുകൾ സുപ്രീം കോടതി വന്ന് അതിനകത്ത് ചില കേസിനകത്ത് റിപ്പോർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് കൊടുക്കണമോ ഇല്ലയോ എന്ന് ഡിജിറ്റലായിട്ടുള്ള എവിഡൻസ് ഒരാളുടെ അല്ലെങ്കിൽ പ്രതിയുടെ തന്നെ മൊബൈൽ ഫോണിൽ കിടക്കുമ്പം അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ? അതൊരു ക്വസ്റ്റ്യൻ ഓഫ് ലോയാണ്.
അത് പരിശോധിക്കും ഹൈക്കോടതി. അതനുസരിച്ചാണെങ്കിൽ ഇതുവരെ ആ മൊബൈൽ ഫോണ് അത് ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ആ കേസ് തന്നെ നിലനിൽക്കില്ല എന്നാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. 3 കേസുകളുണ്ട്. 3 കേസും നിയമപരമായിട്ട് ആ കേസിൻ്റെ ഒഫൻസ് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആ ഒഫൻസ് നിലനിൽക്കില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതനുസരിച്ചുള്ള ചില ഹൈക്കോടതിയുടെ ചില ഓർഡറുകളൊക്കെ വന്നു. എങ്കിലും ആ കേസിൻ്റെ കുറ്റചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ട്രയൽ വന്നു കഴിയുമ്പം കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എങ്കിലും പോലീസ് അത് റെഫർ ചെയ്ത് കളയുമോ 3 കേസുകളും, അതോ പോലീസ് കുറ്റചാർജ് കൊടുക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഏതായാലും ആ കേസിനകത്ത് പല ഡിഫക്റ്റുകളും ഉണ്ട്. FIR എടുക്കുന്നിടം മുതലേ ആ പെൺകുട്ടികളുടെ മൊഴി കൊടുക്കുന്നതിനെ സംബന്ധിച്ചും ഡിജിറ്റൽ മൊഴിയെ സംബന്ധിച്ചൊക്കെ ധാരാളം ക്വസ്റ്റ്യൻ ഓഫ് ലോകൾ വരും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്റ്റാൻഡ് നിയമപരമായി കറക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.